9th standard in chemistry unit 1 structure of atom. Let's assess questions. First question, some observations related to experiments on cathode rays are given. Write the inference based on each observation. എന്താണ് കാഥോഡ് റേസുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് അല്ലേ തന്നിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് അതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് റൊട്ടേറ്റ്സ്. എന്താണ് കാഥോഡ് റേസിൻ്റെ പാത്ത് അല്ലേ, അതിൽ എവിടെ ഒരു പാഡിൽ വീൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? കാഥോഡ് റേസ് പോസസ് മാസ്. B. A shadow is formed if an object is placed in the path of cathode rays. എന്താണ് കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഒരു ഷാഡോ അല്ലേ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. C question, when an electric field is applied perpendicular to the path of cathode rays, the rays deflect towards the positive plate. കാഥോഡ് റേസിൻ്റെ പാത്തിൽ നമ്മൾ എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ. ദ റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് പോസസ് നെഗറ്റീവ് ചാർജ്. Second question, the atomic number of an atom is 16 and mass number is 32. How many electrons, protons and neutrons are present in this atom? എന്താണ് ആറ്റം എത്രയാണ്? നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് എത്രയാണ്? 16. പ്രോട്ടോൺസും 16. ന്യൂട്രോൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 32 മൈനസ് മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ ഈക്വൽ ടു ന്യൂട്രോൺ. അപ്പോൾ എത്ര വരിക? 16. Write the electronic configuration of this atom. 16 എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 6. C question, draw the orbit electron configuration of this atom. ഇതിൻ്റെ ഓർബിറ്റ് ഡ്രോ ചെയ്യാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? കെ ഷെല്ല് 2, എല്ലിൽ 8, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എം ഷെല്ലിൽ 6. Third question, electrons are present in the K, L and M shells of an atom. Which of these shells has the highest energy? ഏതിനാണ് ഹയസ്റ്റ് എനർജി വരുന്നത്? എം ഷെൽ. ഇഫ് എം ഷെൽ കണ്ടെയ്ൻസ് ഓൺലി 3 ഇലക്ട്രോൺസ്, റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദിസ് ആറ്റം. എം ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് അറ്റോമിക് നമ്പർ വരാമെന്ന്? എങ്ങനെയാണ് വരിക? കെ ഷെല്ലിൽ 2 ആണ്, എല്ലിൽ 8 ആണ്, എമ്മിൽ 3 ആണ് എന്ന് പറയുമ്പോൾ എത്രയാണ് അറ്റോമിക് നമ്പർ വരുന്നത്? 2 + 8 + 3 = 13. C question, what is the number of electrons in this atom? Number of electrons എത്ര തന്നെയാണ് വരിക? അറ്റോമിക് നമ്പർ 13 ആണ് അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13. D question, if the nucleus of this atom contains 16 neutrons, what is its mass number? എങ്ങനെയാണ് മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. എത്രയാണ്? 16 + 13 = 29. Next, fourth question, the orbit electron configuration of an atom is given below. What is the mass number of this atom? മാസ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. എത്രയാണ്? 13 + 14 = 27. റൈറ്റ്സ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എത്ര? 13 ആണ് അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 3. Fifth question, the symbols of some elements are given. Select a pair of isotopes from the given elements. Write the reason for selecting it. എന്താണ്? തന്നിരിക്കുന്ന എലമെൻസിൽ നിന്ന് ഒരു ഐസോടോപ്സിൻ്റെ പെയർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്? അതിൻ്റെ റീസണും എഴുതണം. ഏതൊക്കെയാണ് അപ്പോൾ ഇതിലത്തെ ഐസോടോപ്സ് വരുന്നത്? 12 C, 6, 14 C, 6. എന്താണ് കാരണം? റീസൺ എന്താണ്? ഇത് ഐസോടോപ്സ് ആണ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആറ്റോമിക് നമ്പർ അല്ലേ. സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസുമാണ് വരുന്നത്. ഇവിടെ സെയിം ആറ്റോമിക് നമ്പർ 6 ആണ്, ഇവിടെയും 6 ആണ്. മാസ് ഇവിടെ 12 ആണ്, ഇവിടെ 14 ആണ്.
അപ്പോൾ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസും വരുന്നത് ഏതാണ്? ഇത് രണ്ടാണ്. ബി ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെൻറ്റ്സ്. എന്താണ് തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോബാർസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഐസോബാർ എന്ന് പറയുന്നത്? സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറും. ഒരേ മാസ് നമ്പറും ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറും അല്ലേ? മാസ് നമ്പർ ഇവിടെ കണ്ടോ 24ഉം ഇവിടെയും 24 ആണ്. മാസ് നമ്പർ 24 അറ്റോമിക് നമ്പർ ഇവിടെ 12 ആണ്, ഇവിടെ 11 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ 24 5 12ഉം 24 N 11. 6th question, മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം എ ആൻഡ് ബി സ്യൂട്ടബിളി. താഴെ തന്നിരിക്കുന്നതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ ഏതുമായിട്ടാണ് മാച്ച് ആവുന്നത്? JJ തോംസൺ. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആരാണ്? റുദർഫോർഡ്. കനാൽ റേസ്, ഗോൾഡ്സ്റ്റീൻ. ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. 7th question, the atomic number and mass number of an element are 15 and 31 respectively. Atomic number mass number തന്നിട്ടുണ്ട് അല്ലേ? What is the number of valence electrons in this atom? എന്താണ് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, അതാണ് എന്ത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണമാണ് വരുന്നത്? ഇത് 15 ആണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ. അപ്പോൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 2 8 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതാണ് വരുന്നത്? 5. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം? എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ എത്ര വരുന്നത്? 31 - 15 = 16. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിൻ്റെ എന്താണ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡ്രോ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇന്നർ ഷെല്ലിൽ 2, നെക്സ്റ്റ് കെയിൽ 2 വരും, എല്ലിൽ 8, എമ്മിൽ 5. 8th question, isotope of an element is used to determine the age of fossils. എന്താണ്? ഫോസിൽസിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മളൊരു എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ്? ഏത് ഐസോട്ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കാർബൺ 14 അല്ലേ? വിച്ച് ആർ ദ അതർ 2 മെയിൻ ഐസോട്ടോപ്പ് ഓഫ് ദിസ് എലമെൻറ്റ്? ഈ എലമെൻറ്റിൻ്റെ മറ്റുള്ള ഐസോട്ടോപ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ? കാർബൺ 12ഉം കാർബൺ 13ഉം. റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. ഓരോ ഐസോട്ടോപ്പിലും വരുന്ന ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കാർബൺ 12 ഏതാ വരിക? 6 ന്യൂട്രോൺസ്. കാർബൺ 13 7 ന്യൂട്രോൺസ്. കാർബൺ 14 8 ന്യൂട്രോൺസ്.